ഹോസ്റ്റലിൽ ഒരു സ്പെഷ്യൽ സംഗതി ഉണ്ടാക്കിയാലോ? ഇതല്ലാട്ടോ, ഇത് പാൽക്കാപ്പിയാണ്. ഇന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് ഇവിടെ പൊറോട്ടയും ചിക്കനും ഉണ്ടായിരുന്നു. എന്താന്നല്ലേ? ഇനി പൊറോട്ട. അതെ ഗെയ്സ്, നമ്മളിന്ന് കിഴിപ്പൊറോട്ട ഉണ്ടാക്കാൻ പോവാണ്. അതിനുവേണ്ടി വൈകുന്നേരം നമ്മൾ കുറച്ച് വാഴ ഇലയൊക്കെ ഒടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് എന്താ മീന് ചെയ്യുന്നതെന്ന് പറയാട്ടോ. ഇതെന്തിനായിട്ടാ മീനു? ഇത് കിഴി പൊറോട്ട ഉണ്ടാക്കാനായിട്ട് ഇതിനകത്ത് വെള്ളമുണ്ട് ഗെയ്സ്, കണ്ടോ? വെള്ളം വാട്ടുകയാണ് ഇലേനെ. വാട്ടുകയാണ്. അപ്പോൾ അവളിതേ വാഴയിലയൊക്കെ വാട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച പൊറോട്ട, അതിൻ്റെ മുകളിൽ അവൾ അരിഞ്ഞു വെച്ച സവാള, പിന്നെ ഇങ്ങനെ ചിക്കൻ പിച്ചി പിച്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവാട്ടോ. അങ്ങനെ അറ്റ് ലാസ്റ്റ് ഇതേ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ ഈ ഒരു വാഴയില ഇങ്ങനെ കിഴി പോലെ കെട്ടിയെടുക്കണം. അങ്ങനെ അവൾ വാഴയില വാട്ടിയതൊക്കെ കിഴി പോലെ കെട്ടി കയറ് വെച്ച് കെട്ടിയെടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ആവിയിൽ പുഴുങ്ങിയെടുക്കണം. ഹോസ്റ്റലിലെ പരിമിതി മൂലം നമ്മൾ ഇങ്ങനെ ആദ്യം ചെയ്തു, പിന്നെ കെറ്റിലാണ് എല്ലാ പരിപാടിയും ചെയ്തത്. ഇനി നമുക്കിത് കഴിച്ച് നോക്കാം. ആദ്യം ഇച്ചിരി ചായയൊക്കെ ഒഴിച്ച് നമ്മൾ കിഴി ഇപ്പോൾ അഴിക്കാൻ പോവാണ്. വാഴയില വാടിയ മണവും അതിനകത്തെ പൊറോട്ടയൊക്കെ നല്ലൊരു സ്മെല്ലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഹോസ്റ്റലിലെ പരിമിതി മൂലം ടേസ്റ്റ് നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് അടിപൊളിയാണെന്നൊന്നും പറയുന്നില്ല. പക്ഷെ എന്നാലും നമ്മുടെ പൊറോട്ട ഒന്ന് നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു വാടിയിട്ടുള്ള അങ്ങനത്തെ ആ ഒരു വേറൊരു ഫ്ലേവർ ഇതിനകത്തുണ്ടായിരുന്നു. ഇനി ഇതിനകത്ത് അവൾ ഇച്ചിരി ചിക്കൻ്റെ ചാറ് കൂടി ഒഴിച്ചിട്ടാണ് ഞാൻ കഴിക്കാനായിട്ട് വന്നത്. പിന്നെ അവൾ ഇച്ചിരി സവാളയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കനും പൊറോട്ടയും സവാളയും ഒക്കെ കൂടിയിട്ട് നമ്മുടെ വിച്ച് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. അവൾ അടിപൊളി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു കഷ്ണം പൊറോട്ടയും ചിക്കനും ഉള്ളിയും കൂടി കഴിച്ചാൽ SRJ പറയുന്ന പോലെ സ്വർഗം.